പിന്നെ അവിടെ പറഞ്ഞല്ലോ, നമുക്ക് പിന്നെ സംസാരിക്കാം, വ്യക്തിപരമായിട്ടുള്ള നമുക്ക് ചർച്ചകളും വ്യവസ്ഥകളും പിന്നെ ഉണ്ടാക്കാം. ഈ ചർച്ച നടന്നത് KNM ജില്ലാ സെക്രട്ടറിയും നാസർ സൽഫിയും തമ്മിലാണ്. അപ്പൊ KNM ജില്ലാ സെക്രട്ടറി പ്രതിനിധികളും നാസർ സൽഫിയുടെ പ്രതിനിധികളും ഈ അഗ്രിമെന്റില്ല. നമുക്ക് ഈ സംവാദം നടക്കണം. വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്, ഞങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങൾ വന്നത് സംവാദം നടന്നില്ലെങ്കിൽ ഇത് പിരിഞ്ഞാലും നിങ്ങൾക്ക് ഗുണമുണ്ടെന്ന്. അത് ഏറെക്കുറെ മനസ്സിലായി വരുന്നുണ്ട്. എന്താണ് പറയുന്നത്? മനസ്സൂർ കേവനാണ്. പക്ഷെ വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാല്, ഞാൻ എന്താണ് എന്റെ പ്രയോജനം എന്ന് ഞാൻ വ്യക്തമാക്കി തരാം. എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു പരിപാടി 2 ഉണ്ട് ഇവിടെ. നിങ്ങൾ പ്രയോജനം ഇല്ലാതെ വന്നവരൊന്നും അല്ല, എനിക്കറിയാം. എന്നിട്ട് ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ പ്രയോജനം ഇല്ലാതെ വന്നൊന്നുമല്ല. അപ്പൊ പിന്നെ ആ രൂപത്തിലെ പ്രയോജനം 2 കൂട്ടർക്ക് ഉണ്ടായിട്ട്, ഇനി അതല്ലാത്തവർക്ക് പ്രയോജനം ഉള്ളത് നമുക്കറിയില്ല. ഏതായിരുന്നാലും ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് എന്താന്ന് ചോദിച്ചാല് കൃത്യമാണ്, നമ്മുടെ കാര്യം നിലപാട് കൃത്യമാണ്. ഇവിടെ എന്ന് വെച്ചാല് സംഘടന അല്ലെങ്കിൽ KJUവിന് നിങ്ങളൊരു കത്ത് കൊടുത്തു. ആ കത്ത് KJU സ്വീകരിക്കുകയും സ്വീകരിക്കാതെ KJU എടുക്കുന്ന നിലപാടാണ്. ആ നിലപാട് KJU ബുദ്ധിപരമായും സമർത്ഥമായും തീരുമാനിക്കും. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇവിടെ നാട്ടിലെ സംവാദം നടത്തണം, അദ്ദേഹത്തിന്റെ പുതിയ ആഗ്രഹമാണ്. അത് നമ്മളെ തോപ്പിക്കാൻ വേണ്ടി, ഞങ്ങളൊക്കെ തോപ്പിച്ചോളയും. അപ്പൊ തോപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സംവാദം നടത്താൻ എന്ന അത് വലിയൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഇവിടെ അദ്ദേഹം ഭയങ്കര വെല്ലുവിളി ഈ നാട്ടില്. അപ്പൊ ആ ചിറ കുടിക്കാൻ തന്നെ ഞങ്ങൾ വന്നത്. ഇനി എന്തായാലും നടക്കൂല, നിങ്ങൾക്ക് സാധിക്കൂല, ഞങ്ങൾക്കറിയാം. അതല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇവിടെ കരാർ എഴുതാ. നിങ്ങൾ ചിരിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ വീണ ചിരിച്ചു തീർക്കല്ലാതെ ചെയ്താൽ അത് വേറെ നിർത്തില്ല. അപ്പൊ എന്ന് വെച്ചാല് അത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ചെയ്യാവുന്ന മാക്സിമം നിങ്ങൾ KJUവിന് നേരത്തെ ഈ വിഷയത്തിൽ കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ആ കത്ത് അതിന്റെ മറുപടിയും അതെന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന മറുപടിയും പറഞ്ഞതിന് ശേഷമാണ് ഈ രൂപത്തിൽ ചർച്ചയ്ക്ക് നമ്മൾ വഴിയൊരുക്കിയത്. അത് ഞങ്ങൾ ഔദ്യോഗികമായ സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ചോദിച്ചത്. ഞങ്ങൾക്കൊരു തർക്കമില്ല. അവിടെ ഞങ്ങൾ അതിന്റെ ന്യായം കൃത്യമായി പറഞ്ഞു കൊടുത്തു. ന്യായം മാത്രമല്ല, സംവാദം നടക്കണം, അത് മുന്നോട്ട് കൊണ്ടുപോകണം. പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ പോലെ ആൾക്ക് ഒരുപാട് സംശയമുണ്ട്, അദ്ദേഹത്തിന്റെ സംശയം തീർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനൊരു പരിഹാരം നിശ്ചയിച്ചു കൊടുത്തു. ആ പരിഹാരം എന്തായിരുന്നു? ഞങ്ങൾ വരാം. ഞങ്ങളെന്ന് പറഞ്ഞാൽ ആ സ്റ്റേജിലുള്ളവർ വരാം, ഞങ്ങൾ ചർച്ച നടത്താം, വാദപ്രയോഗം നടത്തിയിട്ട് നമുക്ക് എന്തെടുക്കാം, വിഷയങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരു ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ കഴിഞ്ഞോന്നില്ല. അപ്പൊ തൗഹീദ്, അതുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. പിന്നെ പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട സിഹിർ, ജിന്ന്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയമുണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് എന്തായാലും നമ്മൾ റോഡിലൊക്കെ ഒരുപാട് ഏറ്റുമുട്ടിയ ആൾക്കാർ. അപ്പോൾ എന്തായിരുന്നാലും അത് നമുക്ക് നേർക്ക് നേരെ എന്തെടുക്കണം, സംസാരിക്കണം. നേർക്ക് നേരെ അത് സംസാരിച്ച് നമുക്ക് എന്തെടുക്കാം, ഒരു പരിഹാരം ഉണ്ടാക്കാം. അത് ഈ രൂപത്തിൽ സാധ്യമാകില്ല. നമ്മളിപ്പോ എഴുത്തുകുത്ത് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തയ്യാറാകുന്ന രൂപം കാണുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് വ്യക്തിപരമായി ആവാം എന്ന് പറഞ്ഞത്. ഇനി അത് ജസ്റ്റ് 1 മിനിറ്റ് അതെന്ന് വെച്ചാല് പിന്നെ മറ്റൊരു രൂപത്തിലാക്കാം എന്ന് പറഞ്ഞതും അപ്പോഴും അതും സ്വീകാര്യമില്ല. ഇനി നാസർ സലഫി ആണെങ്കിൽ അതും സ്വീകാര്യമില്ല. അപ്പൊ ഏതായിരുന്നാലും ഒന്നും സ്വീകാര്യമില്ലാത്ത സ്ഥിതിക്ക് നമ്മളിനി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇതിപ്പോ ഈ പരിപാടി നടക്കണമെന്ന് ഇപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്, നിങ്ങളിപ്പോ പറഞ്ഞു അന്ന് KJUവിന് ഞങ്ങൾ കൊടുത്ത, നിങ്ങളുടെ KJUവിന് ഞങ്ങളുടെ KJU കൊടുത്ത കത്ത് എന്തുകൊണ്ട് നിരസിച്ചു എന്ന് വിശദീകരിച്ചതിനെ തുടർന്നാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത്. ആ വിശദീകരണത്തിൽ നിങ്ങൾ പറഞ്ഞു ഞങ്ങളെ സംഘടനയായിട്ട് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല. മറ്റൊരു വാക്കുകൂടി നിങ്ങൾ പറയേണ്ടിയിരുന്നു, നിങ്ങളെ അംഗീകരിക്കാൻ നിങ്ങളുടെ സംഘടന തയ്യാറല്ല. അതും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കുമല്ലോ. പക്ഷെ നിങ്ങൾ അംഗീകരിക്കാൻ നിങ്ങളുടെ സംഘടന തയ്യാറല്ല, നിങ്ങളുടെ KJO KNM തയ്യാറല്ല എന്ന് നിങ്ങൾ പറയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ കത്തിടപാട് നടത്തിയത് KNM ജില്ലാ സെക്രട്ടറിയുമായാണ്, ഇവിടുത്തെ നാസർ സൽഫിയുമാണ്. ഈ കരാർ വളരെ ക്ലിയർ ആയി സുതാര്യമായി നമുക്ക് ഇത് കാര്യങ്ങൾ പറയാവുന്നുള്ളൂ, ഇത് എഴുതാവുന്നതാണ്. നമ്മൾ ഈ കത്തിടപാട് തുടങ്ങിയ ആ 2 കക്ഷികൾ തമ്മിൽ എഴുതട്ടെ. റോഡിൽ ഏറ്റുമുട്ടിയതും സംഘടനകൾ തമ്മിൽ തന്നെയാണ്. അലിമദനി വന്നത് ഡോക്ടർ ഹുസൈൻ മടൂറും CP മുസ്ലിം നേതൃത്വം നൽകുന്ന KNM വേണ്ടിയും, നിങ്ങൾ വന്നത് അൻസുസ്ലിയാർ വന്നത് ഏറ്റവും ഖാദറിന്റെയും DP അബ്ദുൽ നേതൃത്വം നൽകുന്ന KNM വേണ്ടി തന്നെയായിരുന്നു. ഒരിക്കലും നമ്മൾ വ്യക്തിപരമായി ഏറ്റുമുട്ടിയിട്ടില്ല, റോഡിൽ വെച്ചിട്ട് എവിടെ ഏറ്റുമുട്ടിയിട്ടില്ല. അതേപോലെ തന്നെ സംഘടനകളുടെ പ്രതിനിധികളായി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇപ്പോ മൂപ്പരെന്നെ സമ്മതിച്ചു, ഇനി ഒരു അംഗീകാര പേപ്പർ നിങ്ങൾ എനിക്ക് തരണ്ട. ഞങ്ങൾ സ്റ്റേജിൽ വന്നതും അതുപോലെ തന്നെ സദസ്സിൽ വരുന്നതും പിന്നെ അംഗീകാരത്തോടു കൂടിയാണെന്ന് മൂപ്പര് സമ്മതിച്ചു. അപ്പൊ അംഗീകാരം ഉണ്ട് എന്ന് മൂപ്പര് അംഗീകാരം ഉണ്ട് സമ്മതിച്ചല്ലോ, അംഗീകാരം ഉണ്ട്. ഓക്കെ അപ്പൊ അംഗീകാരം ഇല്ലാത്തവരല്ല ഞങ്ങള്. ഞാൻ അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം നൽകുന്ന KNMന്റെ പ്രതിനിധിയായിട്ടാണ് വന്നത്. അഥവാ ആ ജില്ലാ സെക്രട്ടറിയാണ് നിങ്ങളെ പ്രതിനിധിയായി തെരഞ്ഞെടുത്തത്. ഞങ്ങൾ 100% അംഗീകരിച്ചു. പക്ഷെ നിങ്ങളത് അംഗീകരിക്കും. എന്നിട്ട് ആ രീതിയിൽ നമ്മൾ സംവാദ വ്യവസ്ഥ എഴുതണം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് വ്യവസ്ഥ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയുള്ളൂ. ഞങ്ങളത് അംഗീകരിച്ചു. നിങ്ങളെ തോൽപ്പിക്കുക എന്ന ഉദ്ദേശമല്ല നമ്മുടെ യാസ്മിനുള്ളത്,
ചോദിക്കുന്നത്, ഈ കാര്യത്തിൽ ഇപ്പൊ നിലനിൽക്കുന്ന ഈ വിഷയങ്ങളൊന്ന് അത് യഥാർത്ഥ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ്. എന്റെ അടിസ്ഥാനം പ്രമാണങ്ങളുടെ അടിസ്ഥാനം നിങ്ങളെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രമാണങ്ങളുടെ അടിസ്ഥാനം നിങ്ങളെ തോൽപ്പിക്കുക തന്നെ അതിനുവേണ്ടി തന്നെ വന്നത്, അല്ല വെറുതെ ഒന്നൊന്നുമല്ല. അത് ഉറപ്പിച്ചു തന്നെ വന്നത്, അത് വെറുതെ വരില്ല. ഓക്കെ, അവിടെ നിൽക്കി, ഞാൻ പറയാം, അവിടേക്ക് പറയട്ടെ, ഞാൻ പറയട്ടെ, സംസാരിക്കട്ടെ, തീരട്ടെ. അത് ഈ വിഷയത്തെ അധികരിച്ച് മനസ്സിലാക്കുന്നവര് കൃത്യമായി ബോധ്യപ്പെട്ടുകൊള്ളും. മനസ്സിലായല്ലോ? ഇവിടെ ഞങ്ങളുടെ ബാധ്യത ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്, നേർക്കുനേരെ ഞങ്ങളുടെ ബാധ്യത നിർവഹിച്ചിട്ടുണ്ട്. ഇവിടെ ഇനി ഒരു മറുവാക്കിന്റെ കാര്യമില്ല. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ് ഞങ്ങളുടെ നിലപാട്, വ്യക്തമാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് കൃത്യമായി ഇത്രയും നേരം ആവർത്തിച്ച് പറഞ്ഞിട്ടും അത് മനസ്സിലാക്കാതെ ഇത് ഇപ്പോ നമുക്കറിയാം. നേരത്തെ അലി സാഹിബ് തന്നെ സംസാരിച്ച ഒരു കാര്യമുണ്ട്, എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു വ്യക്തിയും തമ്മിലുള്ള സംവാദം പ്രസ്ഥാനം ഏറ്റെടുക്കുന്ന പ്രശ്നമില്ല. ഉണ്ടോ? എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല, ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള വ്യക്തി കത്ത് എന്നാൽ വ്യക്തി ഏറ്റെടുക്കലാണ്. പ്രത്യേകിച്ച് നാസർ സലഫി ആ കത്ത് തരാനുള്ള സാഹചര്യം വ്യക്തിപരമായി വരാവുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ യാസ്മിൻ വെല്ലുവിളിക്കുകയും യാസ്മിന്റെ വെല്ലുവിളി സ്വീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് നാസർ സലഫി കത്ത് തന്നിട്ടുള്ളത്. അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് KNM കൈമാറിയിട്ടുണ്ട്. അത് KNM സംഘടനാപരമായി നിർവഹിക്കാനുള്ള ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു. അതെന്താണ്? ആ KNM ഞങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇതാ നാസർ സലഫി കത്ത് തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കൈമാറുകയാണ്, നമുക്ക് കൈമാറി. പിന്നെ ബാക്കിയുള്ള ഇടപാടുകൾ ഞങ്ങൾ നടത്തേണ്ടതുണ്ട്, ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണ്ട. പിന്നീട് അത് ഞങ്ങൾ നസീർ സാഹിബിനെ ഏൽപ്പിക്കുകയും ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇനി ഞങ്ങൾക്കൊരു അംഗീകാരത്തിന്റെ കുറവില്ല. പിന്നെ ഞങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങൾ KNMന്റെ ആളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ബാനർ കാണിച്ചൊരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു കാർഡ് കാണിച്ച് കയറേണ്ട കാര്യമൊന്നുമില്ല. കയറിന്റെ അടുത്ത് കാണിക്കേണ്ടവരെ കാണിക്കേണ്ട കാർഡ് കാണിച്ച് കയറും. എല്ലായിടത്തും ഒരേ കാർഡ് കാണിക്കണുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഓരോരുത്തരുടെ നിലവാരം അനുസരിച്ച് ഓരോ കാർഡ് കാണിക്കും. ഇതാണ് നമ്മുടെ കാർഡ്. ഇച്ചിരി മുകളിലാണെങ്കിൽ അവിടെ ആ മറ്റേ കാർഡ് കാണിക്കും. അങ്ങനെ ഓരോരുത്തർ വരുന്നതനുസരിച്ച് അവരുടെ തെരഞ്ഞനുസരിച്ച് ആ കാർഡ് കാണിച്ച് പെർമിഷൻ കിട്ടിയാൽ മതി. നമുക്ക് പെർമിഷൻ അതിനനുസരിച്ച് കാർഡ് കാണിക്കലാണ്. അത് ഓരോരുത്തരുടെ യോഗ്യത അനുസരിച്ച്. അല്ല എല്ലായിടത്തും ഞങ്ങൾ KNMന്റെ ആൾക്കാർ അതിങ്ങനെ നടക്കേണ്ട കാര്യമില്ല. അവിടെ എന്ന് വെച്ചാൽ ഒരു സമയത്ത് സ്വീകരിക്കേണ്ട ആ നിലപാടിനനുസരിച്ച്. ഇപ്പൊ ഞങ്ങൾ KNM എന്ന് പറഞ്ഞ വലിയൊരു പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കാൻ നാസർ സലഫി ആയിട്ടില്ല. അത് ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും ആയിട്ടില്ല. അങ്ങനെ KNM എന്ന് പറഞ്ഞ സംഘടന നാസർ അതെ തർക്കം, ഒരു തർക്കമില്ല, അത് സംശയമില്ലാത്ത കാര്യമാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേർക്ക് നേരെ വരാ, ഞങ്ങൾ സംവാദത്തിന് തരാം. ആണ് നിങ്ങൾക്ക് ഇരിക്കാൻ, നിങ്ങൾക്ക് ഇതൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഈ ഔദ്യോഗികതക്കൊന്നുമല്ല, ഞങ്ങൾ ഈ വിഷയത്തിന് പ്രാധാന്യം കൽപ്പിക്കും. തൗഹീദ്, പ്രാർത്ഥന, അതുപോലെ നിങ്ങൾ നിഷേധിച്ചു കാണിക്കുന്ന നിരവധി അനവധി ഹദീസുകൾ, അതിലുൾപ്പെട്ട ജിന്ന്, സിഹർ, ഈ നിലയിലുള്ള എല്ലാ വിഷയങ്ങൾക്കുമാണ് ഞങ്ങൾ ആദർശത്തിനാണ് ഞങ്ങൾ പ്രാധാന്യം കാണുന്നത്. നിങ്ങൾ ഔദ്യോഗികതക്കാണ് പ്രാധാന്യം കാണുന്നത്. നിങ്ങൾ ഈ സങ്കീർണത ഉണ്ടാക്കിയിട്ട് ഈ വിഷയം തെന്നിമാറാം. ഇത്രയും നല്ലൊരു ചാൻസ് നിങ്ങളുടെ കൈ കിട്ടിയിട്ട് നിങ്ങൾ ഞങ്ങളെയൊക്കെ ഒന്ന് ഒതുക്കി തരണ്ടേ? അപ്പോ ഞങ്ങളൊന്ന് ഒതുക്കി തരണ്ടേ? അപ്പൊ ഞങ്ങളുമായി ഈ രൂപത്തിൽ ഒരു സംവാദത്തിന് നിങ്ങൾ ആദർശപരമായി നേരിടാൻ നിങ്ങൾ ഔദ്യോഗികത പറഞ്ഞ് ഒഴിവാക്കുകയാണ്. അപ്പൊ അത് ഒഴിവാക്കുക. ഇത്രയും നേരം നമ്മൾ എത്ര മണിക്കൂർ, ഇപ്പൊ ഇനി ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് പരിപാടി ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആയിക്കോട്ടെ, ഇപ്പൊ തുടങ്ങിക്കോ, നിങ്ങൾ എഴുതി തുടങ്ങിക്കോളൂ. നേരത്തെ നിങ്ങൾ ഔദ്യോഗികത അഡ്രസ് അപ്പൊ നിങ്ങളത് നിഷേധിക്കുക. നിങ്ങൾക്ക് ഒരുപാട് കാർഡുണ്ട്. ആ കാർഡ് ഉണ്ടാകേണ്ട ബുദ്ധിമുട്ട് ഇവിടെ നിങ്ങൾ കാണിക്കേണ്ട കാർഡ് KNMന്റെ കാർഡാണ്. നിങ്ങളടുത്ത് എത്ര കാർഡ് ഉണ്ടായിക്കോട്ടെ, ഞങ്ങൾക്ക് വിഷയമല്ല. ഇവിടെ നിങ്ങളെ KNM ജില്ലാ സെക്രട്ടറിയാണ് നിങ്ങളെ പ്രതിനിധിയായി നിശ്ചയിച്ചിട്ടുള്ളത്. ആ KNM ജില്ലാ സെക്രട്ടറി ഏൽപ്പിച്ച പ്രകാരമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അവിടെ കൈമാറുന്നത്. എന്നിട്ട് ഇദ്ദേഹവുമായിട്ട് കത്തുകൾ കൈമാറിയിട്ടുള്ളത് ആവർത്തിക്കുകയാണ്. മടുപ്പുണ്ടാവും, പക്ഷെ എന്നാലും സത്യം പറയണമല്ലോ, KNM ജില്ലാ സെക്രട്ടറിക്കാണ്. അപ്പൊ ആ KNM ജില്ലാ സെക്രട്ടറി ആ ഔദ്യോഗികത അംഗീകരിക്കാൻ എത്ര പ്രയാസം? നമുക്കിവിടെ വളരെ കൃത്യമായിട്ട് ഒരു ഔദ്യോഗികതയുള്ള പ്രസ്ഥാനം ഉൾക്കൊണ്ട് നടക്കുന്ന ആദർശം ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമാണ് എന്ന് ഞങ്ങൾക്ക് തുറന്നു കാണിക്കണം. അനസും മുസ്ലിയാര് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി നസീർ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ അത് വ്യക്തികളുമായിട്ട് വേറെ നമുക്ക് സംസാരിക്കാം, അങ്ങനെ ആവശ്യമാണെങ്കിൽ അത് വേറെ നമുക്ക് ഇരിക്കാവുന്നതാണ്. ഇത് ജില്ലാ സെക്രട്ടറി KNMന്റെ ജില്ലാ സെക്രട്ടറി മുഖേന കൈമാറി. ഇപ്പൊ KNM AP അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം നൽകുന്ന KNM ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന, തൗഹീദ്, ജിന്ന്, സിഹർ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും വിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾക്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് അനസ് മുസ്ലിയാരി എന്ന വ്യക്തി വന്ന് സംവാദം നടത്തി പോകുമ്പോഴെന്താ അത് അനസല്ലേ എന്ന് പറയും, അതല്ലെങ്കിൽ മറ്റേ ആളല്ലേ എന്ന് പറയും. ഞങ്ങൾക്ക് അതല്ല വേണ്ടത്. KNM എന്ന പേര് ഉപയോഗിക്കണോ വേണ്ടയോ ഒക്കെ പിന്നെ തീരുമാനിക്കും ഇൻഷാ അല്ലാഹ്. മറിച്ച് ഇവിടെ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു, വാക്കിന് ഉറപ്പുള്ളയാളാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സലാം സുല്ലമിയെയും CP ഉമർ സുല്ലമിയും തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും പണ്ഡിതന്മാരെ നിങ്ങൾ കൊണ്ടുവന്നോ? ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണെന്ന്